ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ പാർട്ട്ണറെ അഡിക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത്. ഈ ഒരു അഡിക്റ്റഡ് ആക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര മോശമായിട്ട് വിചാരിക്കരുത്. അതായത് ചിലരുണ്ട്, അയ്യോ അങ്ങനെ അഡിക്റ്റഡ് ആക്കുന്നത് ശരിയല്ലല്ലോ, ബിക്കോസ് അവർക്ക് പിന്നീട് നമ്മളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് മാറും എന്നൊക്കെ പറയാറുണ്ട്. ശരിയാണ്, ഈ ഒരു അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പിന്നീട് അവർക്ക് നമ്മളില്ലാതെ പറ്റില്ല എന്ന ചിന്തയിലേക്ക് മാറും. അപ്പോൾ അത് ഒരു തെറ്റായ രീതിയിലേക്ക് ഒരിക്കലും നിങ്ങൾ എടുക്കാതിരിക്കുക. അതായത് തെറ്റായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങളിത് ചെയ്യരുത്. ഇപ്പോൾ പാർട്ട്നേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അഡിക്ഷൻ വലിയ രീതിയിൽ കുഴപ്പമില്ല, എന്നാൽ ഓവർ അഡിക്റ്റഡ് ആവാതിരിക്കുക. നിങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരാളെ അട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ അഡിക്റ്റ് ആക്കി കൊണ്ടുവരണം എന്നുണ്ടെങ്കിലും ഓവറായിട്ട് അഡിക്റ്റഡ് ആക്കാതിരിക്കുക. ബിക്കോസ് പിന്നീട് ഒരു ദിവസം നിങ്ങളില്ലാതെ അവർക്ക് ഇരിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് എത്താം. അതല്ലെങ്കിൽ നിങ്ങൾക്കും അവരില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയിലേക്കൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഓവർ അഡിക്റ്റഡ് ആവരുത്. എങ്കിൽ പോലും ചെറിയ രീതിയിലെങ്കിലും അവരെ നിങ്ങളിലേക്ക് അഡിക്റ്റഡ് ആക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാ കാര്യവും പെട്ടെന്ന് ഷെയർ ചെയ്യുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വേണ്ട. എല്ലാം ഒന്നും അങ്ങനെ പെട്ടെന്ന് ഷെയർ ചെയ്യരുത്. കുറച്ചൊക്കെ സസ്പെൻസ് വെക്കുന്നത് കുറച്ച് നല്ലതാണ് ഏതൊരു കാര്യത്തിനാണെന്നുണ്ടെങ്കിലും. ഇപ്പം നമ്മൾ തന്നെ ആലോചിക്കാം, ഇപ്പോൾ ഒരാളെ കുറിച്ച് നമ്മൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ തന്നെ എടുക്കാം. അവരെക്കുറിച്ച് അവരുടെ A to Z കാര്യങ്ങൾ നമ്മൾക്ക് അറിയും എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കൊന്നും അറിയാനുള്ള താല്പര്യം ഉണ്ടാവില്ല, പിന്നീട് നമുക്കൊന്നും ചോദിക്കാനുണ്ടാവില്ല. ബിക്കോസ് അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. അവരിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാകും. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യവും അവർ ഷെയർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് അവരോടുള്ള ഒരു അട്രാക്ഷൻ കുറഞ്ഞു പോകും. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. എപ്പോഴും നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ് ഏതൊരു റിലേഷൻഷിപ്പിലും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂരിയോസിറ്റി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം തന്നെ ചെയ്താൽ മതി. എല്ലാ കാര്യവും നിങ്ങൾ അപ്പം ഷെയർ ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് കൊണ്ടുവരാം. അങ്ങനെ പെട്ടെന്ന് ഷെയർ ചെയ്യേണ്ട, കുറച്ചൊക്കെ പതിയെ സസ്പെൻസ് വെച്ച് അല്ലെങ്കിൽ മെല്ലെ ഷെയർ ചെയ്താൽ മതി. ചിലപ്പോൾ അവർ പിന്നീട് ചോദിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. പെട്ടെന്ന് നടന്ന സമയത്ത് തന്നെ എല്ലാ കാര്യവും പറയാൻ നിൽക്കരുത് എന്നുള്ളതാണ് ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് കരുതി നിങ്ങൾ അവരോട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും തെറ്റൊക്കെയാണ്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചെയ്തേക്കരുത്. കാരണം അത് അവരായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് മാത്രം നിങ്ങളിങ്ങനെ ചെയ്യാതിരിക്കുന്നുണ്ടാവും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കാം. അതല്ലാതെ വേറെ ഇപ്പം നിങ്ങളുടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ ഈ പറയുന്ന പോലെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ അവരിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഓവറായിട്ട് അവൈലബിൾ ആവാതിരിക്കുക എന്നുള്ളതാണ്. ഇത് ഒട്ടുമിക്ക ആളുകൾക്ക് അറിയുന്നൊരു കാര്യമാണ്. നമ്മൾ അവൈലബിൾ ആവുന്നത് ഒക്കെയാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ വേണമെന്ന് തോന്നുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഇമോഷണൽ സപ്പോർട്ടൊക്കെ അവർക്ക് വേണമെന്ന് തോന്നുന്നുണ്ടായിരിക്കും. ആ ഒരു ടൈമിലൊക്കെ നമ്മൾ അവൈലബിൾ ആവുന്നത് ഓക്കെ ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഓവറായിട്ട് നിങ്ങൾ അവൈലബിൾ ആയി കഴിഞ്ഞാൽ അവർക്കൊരിക്കലും പിന്നീട് നിങ്ങളോടുള്ള അട്രാക്ഷൻ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്താണെന്നുണ്ടെങ്കിലും അമിതമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനോടുള്ള ഒരു ഇഷ്ടം കുറഞ്ഞു പോകും, വാല്യൂ കുറഞ്ഞു പോകും. ഇപ്പം നമുക്ക് എല്ലാവർക്കും ബിരിയാണിയൊക്കെ ഇഷ്ടമുള്ള ആളുകളായിരിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു എക്സാമ്പിൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. എന്ന് കരുതി ഒരാഴ്ച ഫുള്ള് ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ബിരിയാണി കഴിക്കാൻ തോന്നില്ല. നമുക്കപ്പോൾ കുറച്ച് ചോറുണ്ണാനൊക്കെ തോന്നുന്നുണ്ടാവും. കാരണം ഒരാഴ്ച ഫുള്ള് ബിരിയാണി കഴിച്ചത് നമുക്ക് കുറച്ച് ചോറുണ്ണാം എന്ന് നമുക്ക് തോന്നും. ഇത് തന്നെയാണ് എല്ലാവരിലും ഉണ്ടാവുന്നത്. എപ്പോഴും നമുക്ക് ആ ഒരു സംഭവം കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എപ്പോഴും അവൈലബിൾ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇഷ്ടം കുറഞ്ഞു പോകും. അതായത് ആളോടുള്ളൊരു ഇഷ്ടം, താല്പര്യമൊക്കെ കുറഞ്ഞു പോകും. അത് അവർ വേണമെന്ന് വെച്ച് കുറയ്ക്കണമെന്നല്ല, പക്ഷെ അതങ്ങനെയാണ്, മനുഷ്യ സഹജമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്, സാധാരണയായിട്ടുണ്ടാവുന്ന കാര്യമാണ്. ഓവറായിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണോ അതിനോട് നമുക്ക് മടുപ്പ് വരും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് നിങ്ങൾ ഇങ്ങനെ അവൈലബിൾ ആവാതിരിക്കുക. കുറച്ചൊക്കെ തിരക്കായിട്ട് തന്നെ നടിക്കുക. ചിലപ്പോൾ നിങ്ങൾ തിരക്കില്ലാത്ത ആളായിരിക്കും, വെറുതെ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. എങ്കിൽ പോലും അവർ വിളിക്കുന്ന സമയത്ത് ഇടയ്ക്ക്, എപ്പോഴും ഒന്നുമല്ല, ഇടയ്ക്കൊക്കെ ഞാൻ ചെറിയ തിരക്കിലാണ്, ഞാനൊന്ന് പുറത്ത് പോകാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്, ഫുഡ് കഴിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കോൾ കട്ട് ചെയ്യാം. അല്ലെങ്കിൽ കാണണമെന്ന് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ എനിക്ക് അന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ, നമുക്ക് പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റാം എന്ന് പറയാം. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ അവർ വിളിക്കുന്നുണ്ടാവുക നിങ്ങളോട് സംസാരിക്കാനുള്ള താല്പര്യം കൊണ്ടായിരിക്കും, കാണാൻ വരണമെന്ന് പറയുന്നുണ്ടാവുക കാണാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നടക്കാതെ വരുമ്പോൾ അവർ ആ സമയത്തൊക്കെ നിങ്ങളെ മിസ് ചെയ്യും. കാരണം വിളിക്കണം തോന്നുന്ന സമയത്ത്, സംസാരിക്കണം തോന്നുന്ന സമയത്ത് നിങ്ങൾ അവൈലബിൾ അല്ല. സോ ആ സമയത്ത് നിങ്ങളെ മിസ് ചെയ്യും, കാണാൻ പറ്റുന്നില്ല, അപ്പോൾ നിങ്ങളെ മിസ് ചെയ്യും. അപ്പം ഇവിടെയൊക്കെ മിസ്സിങ് ആണ് ഉണ്ടാവുന്നത്. നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യാണ് ആ പേഴ്സൺ. ആ മിസ് ചെയ്യുന്ന സമയത്ത് അത്രയും നിങ്ങളുടെ വാല്യൂ അവരുടെ മനസ്സിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നിങ്ങളോടുള്ള ഇഷ്ടവും കൂടുകയാണ്. സോ ഓവർ അവൈലബിൾ ആവുന്നത്
കുറയ്ക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള ഒരു പേഴ്സണൽ ടൈം ഉണ്ടായിരിക്കുമല്ലോ. അതായത് നിങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ഒരു ടൈം ഉണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ചെയ്യുന്ന മിസ്റ്റേക്ക് ഈ ഒരു കാര്യത്തിലാണ്. അതെന്താണെന്ന് വെച്ചാൽ, രണ്ടുപേരും സംസാരിക്കുന്നുണ്ടാവും, അതിൽ ചിലപ്പോൾ ഒരാളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരിക്കും, മൊബൈൽ ഫോൺ ഉണ്ടാവും, മേ ബി റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വന്നിട്ടുള്ള മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കുകയായിരിക്കും, ഇങ്ങനെ എന്തെങ്കിലും കാര്യമായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. പക്ഷെ ആള് മൊബൈൽ ഫോണിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവില്ലേ? എന്തായാലും മനസ്സിലാവും. അപ്പൊ അവർക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, എന്നോട് സംസാരിക്കാനുള്ള താല്പര്യമില്ല, അല്ലെങ്കിൽ ഈ ഒരു ഫോണിന് കൊടുക്കുന്ന വാല്യൂ പോലും എനിക്ക് തരുന്നില്ല, ഇങ്ങനെയാണ് അവർ ചിന്തിക്കുക. അവിടെ നിങ്ങളോടുള്ള ഇഷ്ടം ഒരിക്കലും കൂടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളെപ്പോഴും ചെയ്യേണ്ടത്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടിരിക്കാൻ ഒരു പേഴ്സൺ വേണം എന്നുള്ളതാണ്. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, അത് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി കേട്ടിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കും. അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന അതേപോലെ തന്നെ ആവില്ലേ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറും ചിന്തിക്കുന്നുണ്ടാവുക, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിരിക്കണം എന്നുള്ളത്. അപ്പൊ അവിടെ നിങ്ങളത് കേട്ടിരിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ടൈം കൊടുക്കുന്നില്ല, ആ സമയമൊക്കെയും നിങ്ങൾ ഫോണിലാണ് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതൊരിക്കലും ഇഷ്ടപ്പെടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കുന്ന കാര്യം, അവരോട് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ എങ്ങനെയാണ് ഒരു അട്രാക്ഷനും അഡിക്ഷനും ഒക്കെ ഉണ്ടാവുക? അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ സമയം കൊടുക്കണം, അവരോട് സംസാരിക്കണം, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ശാന്തമായി വളരെ കൂളായിട്ട് തന്നെ കേട്ടിരിക്കുക, ക്ഷമയോടുകൂടി കേട്ടിരിക്കുക. ചിലപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുതൽ എടുത്തു എന്ന് വരും. പക്ഷെ അവർക്ക് നിങ്ങളോടത് പറയുന്ന സമയത്ത് കിട്ടുന്ന സന്തോഷം മറ്റാരോട് പറഞ്ഞാലും കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ടാവും അത് അങ്ങനെ പറഞ്ഞു തീരുന്നത് വരെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തിരുന്ന് ഇങ്ങനെ ആ ഒരു കഥ അങ്ങനെ പറയുന്നുണ്ടാവുക. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. സോ രണ്ടുപേരും ഒരുമിച്ചുള്ള സമയത്തൊക്കെ മൊബൈൽ ഫോണൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക, ബാക്കി തിരക്കുകളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരുടെ ഒരു മിറർ ആവുക എന്നൊന്നല്ല ഉദ്ദേശിക്കണേ, എങ്കിൽ പോലും ഇപ്പൊ അവർ ഇമോഷണലി കുറച്ച് ഡൗൺ ആയി എന്ന് വിചാരിക്കുക. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. അത് എല്ലാ ആളുകൾക്കും വേണ്ട ഒരു കാര്യമാണ്. അവരൊന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്ത് താങ്ങി പിടിക്കാൻ ഒരാളെന്നുള്ളത് നമ്മളെല്ലാവരും പറഞ്ഞു കേൾക്കാറില്ലേ. എനിക്ക് ഒരു വിഷമം വന്നപ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു പടുകുഴിയിലേക്ക് പോകുന്ന സമയത്ത് എന്നൊന്ന് പിടിച്ചു കയറ്റിയത് ഇയാളാണെന്നുള്ളത് പലരും അഭിമാനത്തോടെ പലരെയും കുറിച്ച് പറയാറുണ്ട്. അപ്പൊ അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആളുടെ ഇമോഷൻ മറ്റൊരാൾ മനസ്സിലാക്കി കൂടെ നിന്നു എന്നുള്ളതാണ്. നമുക്ക് പലർക്കും പലരുടെയും സന്തോഷത്തിന് കൂടെ നിൽക്കാൻ പറ്റും, പക്ഷെ വിഷമത്തിൽ കൂടെ നിൽക്കാൻ പറ്റണം എന്നില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യം. അതായത് അവരുടെ വിഷമങ്ങളിൽ പങ്കുചേരുക എന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് സൊല്യൂഷൻ ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്ത് നിർത്താനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. അവർക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കുക. വിഷമം ഒന്ന് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത് നിങ്ങൾ പറ്റുന്ന പോലെ ചെയ്തു കൊടുത്താൽ മതി. എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ ലെവലിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അവരെ നിങ്ങളിലേക്ക് അഡിക്റ്റ് ആക്കാൻ പറ്റിയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടി അതാണ്. ഇതേ സമയം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. അവർക്ക് സന്തോഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെന്റ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ ചെറിയ രീതിയിലായാലും മതി, നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഒരു സെലിബ്രേഷൻ ആണെങ്കിൽ കൂടി അങ്ങനെ നിങ്ങൾ അതിനെ ആഘോഷിക്കാൻ ശ്രമിക്കുക. അതായത് അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും നിങ്ങൾ പങ്കുകൊള്ളണം എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതേപോലെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും ജസ്റ്റ് ഇങ്ങനെ ചാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയ രീതിയിലുള്ള ഇമോജീസ് അയക്കുക. അതേപോലെ തന്നെ നല്ല നല്ല ഫണ്ണി ആയിട്ടുള്ള നല്ല കോംപ്ലിമെന്റ്സ് കൊടുക്കാം. അതേപോലെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഫ്ലർട്ടി ആയിട്ടുള്ള കോംപ്ലിമെന്റ്സ് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് ഒരു അഡിക്ഷൻ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ആ ഒരു സെന്റൻസ് മാത്രം അയക്കുന്ന സമയത്ത് നമുക്ക് വലിയ രീതിയിലുള്ള ഒരു അട്രാക്ഷൻ അതിൽ ഫീൽ ചെയ്യാറുണ്ടാവില്ല. നേരെ മറിച്ച് അതിൻ്റെ കൂടെ ഒരു ചെറിയ രീതിയിലുള്ള ഇമോജി കൂടി ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ പറയുന്ന കാര്യത്തിന് യോജിക്കുന്ന രീതിയിലുള്ള ഇമോജീസ് ആണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഇമോജീസ് അയക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അവരുടെ ഒരു അട്രാക്ഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് പ്രത്യേകമായിട്ടൊരു കഴിവ് അതിനുണ്ട്. അതേപോലെ തന്നെയാണ് നല്ല രീതിയിലുള്ള കോംപ്ലിമെന്റ്സ് കൊടുക്കുക എന്നുള്ളത്. ഇപ്പൊ അവരെന്തെങ്കിലും കാര്യം ചെയ്തു എന്നുണ്ടെങ്കിൽ അതിന് ബെറ്റർ കോംപ്ലിമെന്റ് കൊടുക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്തത് ഏറ്റവും നല്ല കാര്യമാണെന്നുള്ള രീതിയിൽ പറയുക. ഇത് ഞാൻ എക്സാമ്പിളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള കോംപ്ലിമെന്റ്സ് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ കുറച്ച് ഫണ്ണി ആയിട്ട് ഫ്ലോട്ടി ആയിട്ടൊക്കെ നമ്മൾ മീൻസ് ആ രീതിയിലൊക്കെ ചാറ്റ് ചെയ്യുന്നതും കുറച്ച് നല്ലതാണ്. പാർട്ട്നേഴ്സ് എന്നുള്ള രീതിയിൽ അതൊരിക്കലും മോശമല്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. ഇതൊക്കെ അട്രാക്ഷൻ കൂട്ടുന്ന കാര്യം തന്നെയാണ്. അട്രാക്ഷൻ മാത്രമല്ല, അഡിക്ഷനും കൂടി കൂട്ടുന്ന കാര്യമാണ്.
അപ്പോൾ ഈ രീതിയിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാറ്റ് ചെയ്യുന്ന ടൈമിൽ, സംസാരിക്കുന്ന ടൈമിലൊക്കെ ഇതൊക്കെ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും, ഇപ്പം ഞാൻ 4-5 കാര്യങ്ങളാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. കുറേ പേർക്ക് മടിയുള്ളവരുണ്ട് സംസാരിക്കാനാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും. ചാറ്റ് ചെയ്യാനൊക്കെ ഒരു മുൻകൈ എടുക്കുക എന്ന് പറയുന്നത് മടി പിടിച്ചിരിക്കുന്ന, അയ്യോ ഞാൻ എങ്ങനെ ചാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് മെസ്സേജ് അയക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള സ്ഥാനമാണുള്ളത്. രണ്ടുപേരും ഒരേ രീതിയിൽ മുൻകൈ എടുത്താൽ മാത്രമാണ് ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അവൻ അല്ലെങ്കിൽ അവൾ അയക്കട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കാതെ രണ്ടുപേരും മനസ്സ് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അവരെ നിങ്ങളിലേക്ക് അഡിക്റ്റഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും അതിന് കഴിയട്ടെ. ഇത് കാണുന്നവർക്കും ഇത് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും കഴിയട്ടെ. അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്